ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാലമാഷി ഇനിയും താമസിച്ചു വരുമല്ലോ, അന്ന് ബാക്കി അഭ്യാസം. സൈലൻസ്. യോഗാഭ്യാസം അക്ഷരം പോലും അറിഞ്ഞൂടാ അവനെ പഠിപ്പിക്കാൻ നടക്കുന്നത്. കിട്ടും. കുട്ടികൾക്ക് എന്നെ വലിയ പേടിയാ. എന്തായാലും ഇത് ശരിയായില്ല. എന്താ മാഷേ, ചോറ് വെന്തില്ലേ? അതല്ലെന്നേ, അവിവാഹിതയായ ഒരു യുവതിയെ ഹെഡ് മാസ്റ്റർ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ച ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഈ നാട്ടിൻപുറത്ത് വേറെ എവിടെ താമസിക്കാനാ? സന്മനസ്സുള്ളതുകൊണ്ട് ആ കൈമൾ സാറിന് അങ്ങനെ തോന്നിയത്. സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാ പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. ചുമ്മാ ഇരിക്കും മാഷേ, ഇതൊന്നും കണ്ടാ ഞാൻ പതറില്ല. യോഗ ശീലിച്ചവർക്ക് ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവില്ല. അത് ഇയാൾ ആഹാരം കഴിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാലോ. കഴിക്കും, ആരോഗ്യമുള്ളവൻ ആഹാരം കഴിക്കും. തന്നെ പോലെ കുട്ടികളോട് ചലാപള വർത്താനം പറഞ്ഞിട്ടില്ല, നല്ലവണ്ണം അധ്വാനിച്ചിട്ടില്ല. ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അശോക ചക്രവർത്തിയിൽ അത്ഭുതകരങ്ങളായ മാറ്റങ്ങളുണ്ടായി. ഒരു രാജാവിന്റെ എല്ലാ സുഖഭോഗങ്ങളും വിനോദങ്ങളും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. രാജാവിന്റെ പാചകശാലയില് ക്രമേണ ഈ മാംസഭക്ഷണം വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഈ മാംസഭക്ഷണം എന്ന് പറയുമ്പോൾ ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കൊന്നിട്ട് ഇവിടെ 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 ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഇവിടെ ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടില് ധാരാളം മൃഗാശുപത്രികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അഹിംസാവാദിയായ രാജാവ് ഇവിടെ 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 അഹിംസാവാദിയായ രാജാവ് ഇവിടെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് കിടന്ന് കാറല്ലേ താറാക്കൂട്ടത്തിന് കല്ലെറിഞ്ഞ മാതിരി. സയൻസും കണക്കും മാത്രം മതിയോ? കുട്ടികൾക്ക് ഇത്തിരി സംഗീതമൊക്കെ വേണ്ടേ? പിന്നെ സംഗീതം പഠിച്ചിട്ട് പിള്ളേർ മുഴുവൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗത്തിലാകാൻ പോകല്ലേ. ചെമ്പയും വൈദ്യനൊക്കെ അവിടെ നിക്കട്ടെ. ആ പാവം കുട്ടിക്ക് ഒരു പണി കിട്ടിയതല്ലേ, അതൊരു വഴിക്ക് നടന്നോട്ടോ. ഓ നടന്നോട്ടെ, ഞാൻ ലീവ് എടുത്തോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനെ ഒരു ബഹളത്തിൽ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇന്ന് പാട്ടു വേണ്ട, കുട്ടികൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു കുറിപ്പ് കൊടുത്തയക്കാം. എന്നിട്ട് വൈകുന്നേരം നമുക്കൊന്നിരിക്കാം. താൻ സമാധാനായിട്ട് ചെല്ലേ. ഷിബു അപ്പോൾ ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അശോക ചക്രവർത്തിയിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? ആദ്യമായിട്ട് രാജാവിന്റെ സുഖഭോഗങ്ങളും വിനോദങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം അഹിംസാവാദിയായി. Attention! Exercise begin! 1, 2, 3, 4, 5, 6, 7,
എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചർ ഒരു കാര്യം ചെയ്യട്ടെ, ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ. അപ്പൊ പിന്നെ മറ്റാർക്ക് ശല്യാവില്ലല്ലോ. ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ, അതൊരു പുതിയ അറിവാണല്ലോടോ. അതെ, ആംഗ്യ ഭാഷയിൽ. എന്താ അങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ? ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരം കളഞ്ഞ് എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ, പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവർ പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇയാളെ ആരാ ഇവിടെ വിളിച്ചത്? രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. ഈ സ്കൂളിന് ധാരാളം കോമ്പൗണ്ട് ഉണ്ട്, മരങ്ങളുണ്ട്. കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും ഇരുത്തി പാട്ട് പഠിപ്പിക്കാലോ. അത് ശരി, നിങ്ങളൊക്കെ ആദ്യന്മാര്, നമുക്ക് രണ്ടുപേർക്കും ഭ്രഷ്ട്. ഓ, എന്നാ പിന്നെ ഡ്രില്ലെടുക്കുന്നത് ക്ലാസ് മുറിയിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇതിനപ്പുറം പറയും. ഇയാളൊന്ന് വെറുതെ ഇരിക്കടോ. ബാലന്മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്തു പറയണു? മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. ഇതിലിപ്പോ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലല്ലോ. മുറ്റത്താവുമ്പോ നല്ല കാറ്റ് കിട്ടും. മറ്റ് ക്ലാസ്സുകളിലെ ഒച്ചയും ബഹളവും ടീച്ചറുടെ ക്ലാസ്സിനെ ബാധിക്കുകയില്ല. കൈമൾ സാർ പറയണ പോലെ ചെയ്യാം. വെരി ഗുഡ്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ, നമുക്ക് പിരിയാം. സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു. ഒന്ന് പിരിഞ്ഞു പോ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ. എന്താ ചെയ്യ? ഇതില് വിവിധ ഭാരതി കിട്ടില്ലേ? ഏതില്? ഈ റേഡിയോയില്. അതിനിത് റേഡിയോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് ശ്രുതിപ്പെട്ടിയാ. ഒരു സംശയം ചോദിച്ചതിന് എത്ര ചിരിക്കാൻ? നമുക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ മണ്ടത്തരം വിളമ്പാതെ അങ്ങോട്ട് പോയിക്കൂടെ? അതെനിക്കറിയാം, പ്രത്യേകിച്ചാരും പഠിപ്പിക്കണ്ട. ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാം സെറ്റായിട്ട് ഞാൻ ചെന്നാ മതിയല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ഞാൻ ശ്രദ്ധിക്കായിരുന്നു, ഒരാൾ പാടിക്കൊടുക്കുന്നത് എങ്ങനെയാ മറ്റുള്ളവർ അതേപോലെ പാടുന്നേ? കുട്ടികളാവുമ്പോ പാട്ടിനോടൊരു വാസനയൊക്കെ ഉണ്ടാവും. അതുണ്ടാവും. എന്നാലും പാട്ട് പഠിച്ചു തുടങ്ങാൻ ഏത് പ്രായം നല്ലത്? ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങുന്നതാണ് ഉറക്കാൻ നല്ലത്. എന്താ മാഷക്ക് പഠിച്ചാ കൊള്ളാൻ തോന്നുന്നുണ്ടോ? എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കണം, നല്ലതാ. അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ടീച്ചറെ ഹെഡ്മാഷ് വിളിക്കണം. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ?
എത്ര കത്തുകളാ. ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം, ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹെഡ്മാഷ് വിളിക്കണം. എന്തിന്? അതറിയില്ല. ആദ്യത്തെ ശമ്പളാണ്. ഈശ്വരനെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു വേണം വാങ്ങിക്കാൻ. എന്ത് പറ്റി ടീച്ചർ? എന്താ ടീച്ചർ? ടീച്ചർ എന്തിനാ കരയുന്നത്? താമല്ല അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞെന്ന്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കുറെ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റക്ക് ഇട്ടിപ്പോ കയറി പിടിച്ചാടും. ഇവിടെ എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. എന്താടോ? ഓണമൊക്കെ വരണേ. ആ, ഓണൊക്കെ വരണേ. ചാരായം കുടിക്കാനാ കള്ളൻ. അപ്പോ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? സാർ നാളെ ടൗണിൽ പോകുന്നുണ്ടോ? ഉണ്ട്. വീട് പണിക്കാർക്ക് ഓണം പ്രമാണിച്ച് എന്തെങ്കിലും കൊടുക്കണം. ആ, പിന്നെ നിർമ്മലയെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ. അതെ. പയ്യന്നൂർക്കുള്ള ബസ് കയറ്റി വിടണം. വടക്കേലെ ശ്രീധരൻ നാളെ അവധിക്ക് വരുന്നുണ്ട്. ആ കാറ് ഏതായാലും ടൗൺ വരെ വെറുതെ പോണുണ്ട്. ഓഹോ. ബസ്സിൽ ചാടി കയറി വെറുതെ ഇടിയും തൊഴിയും കൊള്ളണ്ടല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. നാളെ ഞാനും ടൗൺ വരെ വന്നു കളയാം. എന്തിന്? അല്ല, വേറൊന്നുമല്ല, ഈ ഓണം മത്സരത്തിനുള്ള ട്രോഫികൾ വേണേ, അത് എന്റെ ചുമതലയാ. നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോരുകയും ചെയ്യാം. ആ, അങ്ങനെയാണെങ്കിൽ ആ, രാവിലെ ഒരു 9 മണിക്ക് താൻ ജംഗ്ഷനിൽ വന്ന് നിൽക്കുക. നിന്നാൽ താൻ വന്ന് നിൽക്കടോ. പ്രവേശിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയാസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാട്ടിലെ പുരുന്ന പ്രതിഭകളെ കണ്ടെത്തുവാനോ കയറുന്നില്ലേ? ഞാൻ ടൗണിലേക്ക് പോവാ. ട്രോഫികൾ വാങ്ങണ്ടേ? നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ ഞങ്ങൾ വിട്ടോളെ. വിട്ടോളൂ. ശരി. നാട്ടിലെ പുരുന്ന പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. എനിക്ക് മാഷോട് പിണക്കൊന്നുമില്ല കേട്ടോ. അതിന് പിണങ്ങേണ്ടത് ഞാനല്ലേ? എന്നെയല്ലേ തല്ലിയത്? എന്താ മാഷ ഇത്? സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു.
അത് ശരി. മാഷിത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ചത്. ഒന്നുകൂടെ കുടിച്ചാലെന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു. എന്നാലേ മാഷ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്നൊരു സമാധാനാവും. വാ വാ, ഇങ്ങ് വാ മാഷെ. 2 ചായ. ആ, ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ. ബെസ്റ്റ് കടലക്കറിയുണ്ട്. 2 കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? ഓ. എനിക്കും ഭയങ്കര ഇഷ്ടാ. ആ, 2 പടലപ്പഴവും. ദേ വരണം. മാഷിക്ക് ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുത്ത് വാങ്ങിച്ചോളൂ. നിങ്ങൾ വരിക, വാ നിർത്ത. മുമ്പിൽ കയറി. ആ, മാഷ് ട്രോഫി വാങ്ങാൻ ഇറങ്ങിയതാ. അതെ, ഓണാഘോഷം. കമ്മിറ്റി സെക്രട്ടറി ഞാനാണല്ലോ. നമ്മള് എത്ര മണിക്ക് ടൗണിലെത്തും? അത് ടൗണിലെത്തുമ്പോ വാച്ച് നോക്കിയാ മതി, മണി പിടി കിട്ടും. എനിക്ക് വീട് പണി നടക്കുന്നിടത്ത് ഒന്ന് ഇറങ്ങണം. ഒരു 5 മിനിറ്റ്. ഇപ്പൊ വരാട്ടോ. സുരേന്ദ്ര, തന്റെ എഞ്ചിനീയർ സാറ് വന്നില്ലേ? സാറ് വന്നു. കുറച്ചേരം കാത്തു നിന്നു. 12 മണിക്ക് വരാമെന്ന് പറഞ്ഞു പോയി. ഇയാൾ എവിടേക്കായി മുങ്ങണേ? കാശിന് ആവശ്യം വരുമ്പോ മാത്രം പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ മഷി ഇട്ട് നോക്കിയാൽ കാണില്ല. അയാള് വരുമ്പോ വരട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. ആ കള്ളൻ എഞ്ചിനീയർ പോയി കളഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാനുള്ളതാ. 12 മണിക്ക് വരൂ അത്രേ. ഓ, അല്ലെങ്കിൽ ഞാൻ ടൗണിലേക്ക് വരണോ? ബാലകൃഷ്ണൻ മാഷുണ്ടല്ലോ, പുള്ളി ബസ് കയറ്റി വിട്ടാ പോരെ? ഹെഡ് മാസ്റ്റർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. ബസ് കയറ്റി വിട്ടാ മാത്രം പോരാ, നിർമ്മലയ്ക്ക് വീട്ടിലേക്ക് എന്തൊക്കെയോ തുണി എടുക്കണമെന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമില്ല. എന്റെ സുഹൃത്തുക്കളുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തന്നെ ടൗണിൽ 5-6 ഉണ്ട്. ഓഹോ, ആ എങ്കിൽ പിന്നെ വിട്ടോളൂ. ഓ, ആ പിന്നെ തുണി എടുക്കുന്ന കൂട്ടത്തിൽ ബാലൻ നിർമ്മലയ്ക്കൊരു സാരി വാങ്ങിച്ചു തരും, ഓണക്കോടി. വേണ്ടാന്നൊന്നും പറഞ്ഞു കളയരുത്. ആ എന്നാ പിന്നെ വിട്ടോളൂ. എനിക്ക് കാർ കയറിയ മിണ്ടാതിരിക്കുമ്പോ ഭയങ്കര ടെൻഷനാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. മാഷ് പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. കേട്ടാ മാത്രം പോരാ, ഇങ്ങോട്ടും പറയാലോ. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് മാഷ് തന്നെ ഒരിക്കൽ ചോദിച്ചതാണല്ലോ. ചോദിച്ചോ? എപ്പോ? അന്ന് ആ വഴി വെച്ച്. ഓ, ശരിയാണ്. ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ടീച്ചർ നോൺ വെജിറ്റേറിയനോ അതോ വെജിറ്റേറിയനോ? എന്തിനാ? അല്ല, ഊണ് കഴിച്ചിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയ പോരെ? എനിക്ക് ഊണൊന്നും വേണമെന്നില്ല. ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. അതുവരെ വിശക്കില്ലേ? ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കും. ഞാൻ പറഞ്ഞ വിശപ്പ് കേൾക്കില്ല. എങ്കിൽ മാഷ് ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒന്ന് കാണിച്ചു തന്നിട്ട് മാഷ് പോയി സുഖമായിട്ട് ഊണ് കഴിച്ചോളൂ. അത് ശരിയാവില്ല. എന്നെ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് സ്കൂളിനോടും ഹെഡ് മാസ്റ്ററോടും എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? ടീച്ചറെ ബസ് കയറ്റി വിടാൻ മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ട് എടുക്കില്ല.